ഹലോ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ആദ്യം പറയട്ടെ, ഇത് സ്പോൺസേർഡ് വീഡിയോ ഒന്നും അല്ല, നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയ ഒരു സാധനമാണ്. നമ്മൾ ആമസോണിൽ നിന്നൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ധ്യാനിന് വേണ്ടിയിട്ട് ഒരു ബേബി കാർ സീറ്റായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് ലവ് ലാപ്പിൻ്റെ കാർ സീറ്റായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്തേക്കൂ. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് തന്നെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ വിചാരം ഇത് നമ്മൾ അൺബോക്സ് ചെയ്ത് നേരെ പോയി അങ്ങ് കാറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചേട്ടൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബെൽറ്റൊക്കെ ഭയങ്കര ടൈറ്റായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അകത്ത് കൊണ്ടുവന്ന് എല്ലാം ഒന്ന് ശരിയാക്കി, എല്ലാം ഒന്ന് ഫിഗർ ഔട്ട് ചെയ്തെടുത്തു, എങ്ങനെയൊക്കെ എന്തൊക്കെയെന്നുള്ളതൊക്കെ ബെൽറ്റൊക്കെ ലൂസാക്കിയൊക്കെ കൊടുത്തു. അങ്ങനെ എന്തൊക്കെയോ ചേട്ടന് ചെറിയ എന്തോ പണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ധ്യാനെ ഇരുത്തുക എന്നുള്ളതാണ്. ധ്യാന് എൻ്റെ മടിയിലാണ് കേട്ടോ എപ്പോഴും കാറിൽ പോകുമ്പോൾ ഇരിക്കൽ. അപ്പോൾ ധ്രുവ് ബാക്കിലാണ് ഇരിക്കുന്നത്. ധ്രുവിൻ്റെ കൂടെ പോലും അവൻ അങ്ങനെ ഇരിക്കില്ല, എപ്പോഴും എൻ്റെ മടിയിലോട്ട് ഓടി വന്നുകൊണ്ടിരിക്കലാണ്. അപ്പോൾ അവനോട് ഒറ്റയ്ക്ക് ഇരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവന് കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തു. മക്കളൊക്കെ ഇങ്ങനെ ഈ കാർ സീറ്റിൽ പോകുന്ന വീഡിയോ കാണിച്ചു കൊടുത്തു. പിന്നെ കുറച്ചൊന്ന് പൊക്കി പറഞ്ഞു. അവനൊരു ഒരു എക്സൈറ്റ്മെൻറ്റ് ആദ്യമേ വന്നു. അങ്ങനെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ വരുത്തിയിട്ടാണ് കേട്ടോ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ അവൻ്റെ ഷോൾഡറിൽ നിന്ന് വരുന്ന ഈ 2 ബെൽറ്റില്ലേ, അതിൻ്റെ അറ്റത്ത് മാഗ്നറ്റ് പോലെ ഉണ്ട്. അപ്പോൾ അത് വേഗം ഒട്ടും. അതിന് ശേഷമാണ് ആ താഴത്തെ സ്ലോട്ടിലോട്ട് നമ്മളത് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ സിമ്പിളായിരുന്നു, അതൊക്കെ വെച്ചു കൊടുത്തു. അങ്ങനെ അവനൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ആദ്യത്തെ ഒരു ദിവസം അവന് വീട്ടിനകത്ത് തന്നെ അതിലിരുന്നാണ് TV ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ടു. പിന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ, അപ്പം ഇവന് 3 വയസ്സൊക്കെ ആയില്ല. ഇപ്പം തന്നെ നമ്മളിത് വാങ്ങിക്കാൻ ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒക്കെ റിസ്ക് അല്ലേ, അങ്ങനെ ഓർത്ത് വാങ്ങിയതാണ്. അങ്ങനെ പിന്നെ നമ്മളിത് കാറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരുന്നു അടുത്ത ടാസ്ക്. അപ്പോൾ അത് അത്ര വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നമുക്കത് ഫിഗർ ഔട്ട് ചെയ്തെടുക്കേണ്ടി വന്നു. കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു ആദ്യം. ഈ നമ്മുടെ കാറിൻ്റെ സീറ്റ് ബെൽറ്റ് വരുന്നതിനൊക്കെ സ്ലോട്ട് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഈസി ആയിട്ട് നടക്കും കേട്ടോ. അപ്പോൾ ആദ്യം പിന്നെ ഈ കാർ സീറ്റിൻ്റെ ബെൽറ്റ് വളയാനും പാടില്ല. അപ്പോൾ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് നമ്മൾ വാങ്ങിച്ചതിൻ്റെ യൂസ് ഇല്ലാണ്ടായി പോയില്ലേ. അങ്ങനെ പിന്നെ നമ്മളൊരു യൂട്യൂബ് ഷോർട്ടൊക്കെ കണ്ടിട്ട് അതിനകത്തുനിന്ന് അപ്പോൾ കാണിച്ചത് നോക്കുമ്പോൾ ഈസിയാണ്, പെട്ടെന്ന് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ അവനെ ഇരുത്തിയപ്പോൾ അവൻ നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തോട്ട് വരാൻ കളിക്കുന്നേ ഇല്ല. പിന്നെ അവനിപ്പോൾ നമ്മൾ കാറിൽ വെറുതെ ഇരുന്നാൽ കൂടി എനിക്ക് അവൻ അതിൽ തന്നെ ഇരിക്കണം. ചെറിയ ദൂരമാണെങ്കിൽ പോലും അതിലിരിക്കണം. അതുപോലെ ബെൽറ്റും ഇടണം. ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ ഞാൻ വീഴുന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവന് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മളെല്ലാം ഹാപ്പിയായി, കാരണം വെറുതെ ആയില്ലല്ലോ വാങ്ങിയിട്ട്. അങ്ങനെ അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായി. ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.